ഇന്ന് എന്ത് കറി വയ്ക്കുന്ന ആലോചിച്ചിരുന്ന് സമയം പോയ ഒരു ദിവസത്തെ ഉച്ചയൂണ് കണ്ടാലോ. ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പുളിക്കാവശ്യമായി ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് ഇത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പുളി കുറവുണ്ടെങ്കിൽ നമുക്ക് 2 കഷ്ണം കുടപ്പുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതധികം തിളയ്ക്കേണ്ട, ഒരു ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ചെറുപയർ ഉപ്പേരി കൂടി തയ്യാറാക്കുന്നുണ്ട്. ഈ ചെറുപയർ നമുക്ക് തലേദിവസം വെള്ളത്തിലിടാതെ തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇത് കാച്ചിയെടുക്കാനായി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ചതച്ചത് നല്ല പോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചെറുപയർ വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ നല്ല പോലെ വെള്ളം വലിയുന്നത് വരെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ മീൻകറിയും ഈ ചെറുപയർ ഉപ്പേരിയും അതുപോലെ തന്നെ നല്ല മാങ്ങച്ചാറും കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു ഊണ് കഴിക്കാം. ആലോചിച്ചിരുന്ന സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള കറികൾ തയ്യാറാക്കാം. താങ്ക്